പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേജ്രിവാൾ മാധ്യമങ്ങളെ കാണുന്നത്. സത്യം വിജയിച്ചു എന്നാണ് പറയുന്നത്. മദ്യനയ അഴിമതി കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. സത്യത്തിൽ സത്യം വിജയിച്ചിട്ടുണ്ടോ സർ? അല്ല, ജഡ്ജ്മെൻറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കാണാതെ ജഡ്ജ്മെൻ്റ് ഇറങ്ങിയിട്ടില്ല. ഇത് കോടതി വാക്കാൽ നടത്തിയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജുഡീഷ്യൽ സ്ക്രൂട്ടനി, നിയമസാധുത നേടുന്നതിൽ, നിയമത്തിൻ്റെ ശക്തമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിയമസാധുത നേടുന്ന ഉള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞേക്കണതിൻ്റെ ചുരുക്കം. പക്ഷേ ഇത് കേസിൻ്റെ ഒരു പ്രശ്നത്തിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് പ്രധാനമായും രേഖകളെ ആസ്പദമാക്കി രജിസ്റ്റർ ചെയ്ത കേസാണ്. ആൻഡ് ഹിയർസെ ആസ്പദമാക്കി രജിസ്റ്റർ ചെയ്ത കേസല്ല. ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, മദ്യനയത്തിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. ആ മദ്യനയത്തിൽ ഇദ്ദേഹം ഇടപെട്ടതിൻ്റെ തെളിവുകൾ, ഇതൊക്കെ ആ ഡോക്യുമെൻറ്റിലുള്ളതാണ്. അപ്പോൾ ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ച് വന്നൊരു കേസ്, ആ ഡോക്യുമെൻ്ററി എവിഡൻസ് അസ്വീകാര്യമാണ് എന്നാണ് കോടതി പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്തായിരിക്കാം അങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള കാര്യം വിധി വിസ്തരിച്ച് വന്നാലേ സാധ്യമാകും, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം ആദ്യം ഒരു മദ്യനയം അവർ രൂപീകരിച്ചിരുന്നു. ആ മദ്യനയത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ട് മദ്യ കമ്പനികൾക്കും മദ്യ വ്യവസായികൾക്കും അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിലൂടെ ഇത്ര കോടി രൂപയുടെ നഷ്ടം നടന്നു. ഇതൊക്കെ എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ്, രേഖകളുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കോടതി, ഇത് ഈ CBI അന്വേഷണം വരുന്നതും ED അന്വേഷണം നടക്കുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ജയിലിലാക്കിയത്, ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതി പോലും പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതാണ്. അതേ കേസിലാണ് ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ വിചാരണ കോടതി പറയുന്നു, ഈ പറഞ്ഞതൊന്നും തന്നെ നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കാവുന്ന തെളിവുകളായിട്ട് തോന്നുന്നില്ല എന്ന് വിചാരണ കോടതി പറയുന്നു. ഇതാണ് പ്രശ്നം. കോൺട്രഡിക്ഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം ആ നിയമം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വിധി വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതല്ല എന്ന കാര്യത്തിൽ എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം പറയാനായിട്ട് കഴിയൂ. അതുവരെ നമുക്കിത് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിധി വിസ്തരിച്ചായിരിക്കും ചിലപ്പോൾ എഴുതാൻ പോകുന്നത്. വിധി അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടില്ല. നാളെ വല്ലതും ഇന്ന് വൈകുന്നേരമോ നാളെ വല്ലതും ആ വിധി ഇറങ്ങിയിരിക്കും. ആ വിധിന്യായത്തിൻ്റെ കോപ്പി കിട്ടിയാൽ മാത്രമേ ഇതിങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇത് ജാമ്യത്തിന് വേണ്ടി വിചാരണ കോടതി, മജിസ്ട്രേറ്റ് കോടതി പോയി, സെഷൻസ് കോടതി പോയി, അവിടുന്ന് ഹൈക്കോടതി പോയി, അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി പോയി. അവരെല്ലാവരും പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കത്തക്ക തെളിവുകളുണ്ട് എന്നാണ്. അതും ഡോക്യുമെൻ്ററി എവിഡൻസ് ആണല്ലോ എന്നുമാണ് പറഞ്ഞത്. ആ എവിഡൻസ് ഒന്നും സ്വീകാര്യമല്ല എന്നാണ് വിചാരണ കോടതി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിചാരണ കോടതി ഈ എവിഡൻസ് സ്വീകാര്യമല്ലാത്തതായി തീർന്നത് എന്നുള്ള കാര്യം വിധിന്യായത്തിൽ എഴുതിയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ആ വിധിന്യായത്തിൽ അത് എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് കണ്ടാൽ മാത്രമേ ഈ വിധി തെറ്റോ ശരിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഇതിപ്പോൾ അതായത് മോദി സർക്കാർ എല്ലാവരെയും വേട്ടയാടുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ കൂടി ഉയർന്നു വന്ന ഒരു കേസായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലൊരു കേസ് ഉയർന്നു വരികയും അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്ന സംഭവമാണ്. അതിലാണ് ഇത്തരത്തിലൊരു വിധി വിചാരണ കോടതി വന്നിരിക്കുക. അപ്പോൾ അത് അതായത് BJPക്ക് ഒരു പ്രശ്നമായി മാറുമോ? അതോ മോദി അമിത്ഷാ കോടതി വിധി BJPക്ക് എങ്ങനെയാണ് പ്രശ്നമായിട്ട് മാറുന്നത്? ഇത് BJP എടുത്ത കേസല്ലല്ലോ, BJP എടുത്തതല്ലോ. അല്ല സർ, അതായത് BJP ഗവൺമെന്റ് വേട്ടയാടുന്നു അതെങ്ങനെയാണ്? അതിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് ഏത് രാഷ്ട്രീയക്കാർ വേട്ടയാടുന്നു എന്ന് പറയാം. അതങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു എന്നുള്ള കാര്യം അവിടെ നിന്ന് തന്നെ വന്നതല്ലേ, അവർ തന്നെ പറഞ്ഞതല്ലേ, അതിനെക്കുറിച്ചല്ലേ അന്വേഷണം നടന്നത്. ആ അന്വേഷണം നടന്നപ്പോഴല്ലേ ഇത് പുറത്തു വന്നത്. അത് മുഴുവൻ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിരുന്നല്ലോ.
മദ്യനയം ഒറിജിനൽ ഒരു മദ്യനയം ഉണ്ടായിരുന്നു. ആ മദ്യനയത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു. ആ ഡീവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം രേഖകൾ കൊടുത്തു, അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തു. ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഇത് ചെയ്തതിൻ്റെ കാരണം എന്ത് എന്നുള്ള കാര്യം അറിയില്ല എന്നാണ് ഞാനീ പറയുന്നത്. കാരണം ഇത്രയും രേഖകളൊന്നും എല്ലാം അപ്രസക്തമാണ് എന്ന് മാത്രമല്ല, ഇങ്ങനെ സി ബി ഐ ചെയ്തത് തെറ്റാണ് എന്നും CBI ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് വസ്തുതകളെന്ന് നമുക്കറിയണ്ടേ? വസ്തുതകൾ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ജഡ്ജ്മെൻറ്റില്ല. പക്ഷേ അന്നത്തെ കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ, ഈ അന്നത്തെ കോടതികളുടെ നടപടിക്രമങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വസ്തുതകളുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കൊക്കെ ബോധ്യപ്പെട്ട ഒരു കാര്യം. അതെ, ഇപ്പോഴും സാറ് നമ്മൾ ആദ്യം പറഞ്ഞതിലാണ് എൻ്റെ മനസ്സ് ഓടിപ്പോകുന്നത്. കാരണം പരമോന്നത നീതിപീഠം പോലും പറഞ്ഞൊരു സംഭവത്തിൽ വിചാരണ കോടതിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് അല്ലാതെ സർവമായ വിചാരണ കോടതിക്ക് അതിന് അധികാരമുണ്ട്. ജാമ്യം കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആരെന്തെല്ലാം പറഞ്ഞാലും അത് ജാമ്യം കൊടുക്കുന്നതിനും വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ആ ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ വിചാരണയിൽ ശരിയാകണം എന്നില്ല. നമ്മൾ പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുകയും പ്രതികൂലമായിട്ട് വരുമ്പോൾ അത് ഗൂഢാലോചനയാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഗതികേട്. ഇതെല്ലായിടത്തും ഇത് തന്നെയുണ്ട്. കാരണം ഒരു ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ആ ജാമ്യത്തിന് വേണ്ടി മാത്രം. ജാമ്യത്തിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട്. ഇദ്ദേഹം പ്രതിപട്ടികയിൽ പെടുകയും ഇദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം കേസിൻ്റെ നടപടിക്രമങ്ങളിൽ ഇടപെടാൻ ഉണ്ട്. അത്രയും കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം നിഷേധിക്കാവുന്നതാണ്. അതാണ് ജാമ്യത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ജാമ്യം പരിഗണിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അന്തിമ വിധിന്യായമായിട്ട് നമുക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കേരളത്തിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ജാമ്യം കിട്ടിയിരിക്കുന്നു, ജാമ്യം കോടതി. പിന്നെ ജാമ്യം നൽകുന്ന കോടതി കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയുമല്ല. കാരണം മെറിറ്റിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ട്രയൽ കോർട്ടാണ്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ജാമ്യം നിഷേധിച്ച കോടതികളെല്ലാം പറഞ്ഞ കാര്യം വിചാരണ കോടതിയിൽ വന്നപ്പോൾ നിയമം സൂക്ഷ്മമായിട്ട് അതിൻ്റെ സ്ക്രൂട്ടിനി നടത്തി കഴിഞ്ഞപ്പോൾ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് തോന്നി. ഏത് കോടതിക്ക്? വിചാരണ കോടതിക്ക് തോന്നി. ഇതിന് അപ്പീൽ കോർട്ടുണ്ട്. തീർച്ചയായിട്ടും CBI ഇതിന് അപ്പീൽ പോകാതിരിക്കില്ല. സ്വാഭാവികമായിട്ടും അത് കാരണം പോകണമല്ലോ. കാരണം അവർ ചെയ്തേക്കുന്ന ജോലി എന്താണ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പോകുന്ന സമയത്ത്, ഇപ്പോൾ അപ്പീൽ കോടതിയിൽ പോകുന്ന സമയത്ത് ഹൈക്കോടതി ചിലപ്പോൾ ഇത് സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യില്ല. അഡ്മിറ്റ് ചെയ്തിട്ട് ഹൈക്കോടതി പിന്നെ വീണ്ടും ഇത് പരിശോധിക്കും. ഹൈക്കോടതിയുടെ പരിശോധനയും കഴിഞ്ഞ് സുപ്രീം കോടതിയുടെ പരിശോധനയിൽ ഇതിൽ ആത്യന്തികമായിട്ട് എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാൻ കഴിയും. ഇതിപ്പോൾ വിചാരണ കോടതിയുടെ ലെവലിലുള്ളതാണ്. ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പോയി. പിന്നെ ഹൈക്കോടതി ഉത്തരവ് വരുന്നവരെ കാത്തു നിൽക്കേണ്ടി വരും. ആ ഹൈക്കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ആ ഉത്തരവിൻ്റെ അനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വിചാരണ കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി വിചാരണ കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. രണ്ടും സംഭവിക്കും. പ്രതികൾക്ക് അനുകൂലമായിട്ട് വിചാരണ കോടതി വിധിക്കുന്ന കാര്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും മറിച്ച് പറയും. പ്രതികൾക്കെതിരെ വിചാരണ കോടതി പറയുന്ന കാര്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചിലപ്പോൾ വിട്ടെന്നിരിക്കും. അതാണ് 24 വർഷം കഴിഞ്ഞപ്പോഴേക്കും സുപ്രീം കോടതി ഒരു ആളെ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ അയാൾ ജയിലിൽ കിടന്ന കാരണം അയാൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു തകരാറ് കൂടി അതിനകത്തുണ്ട്. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പരമാവധി സമയമെടുത്ത് നീങ്ങുന്നൊരു വ്യവസ്ഥയാണ്. ഓരോ ഘട്ടത്തിലും തടസ്സവാദങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശം പ്രതിക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ, ഇയാൾ കോടതി കണ്ടെത്തുന്നത് വരെ ഒരാളും കുറ്റക്കാരനല്ല എന്ന നിഗമനം ഉള്ളതുകൊണ്ട്
എല്ലാ ഘട്ടത്തിലും ഒരു പ്രതിക്ക് താൻ കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കാനുള്ള അവസരം കോടതി കൊടുക്കണം എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കോടതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അതാണ് തടസ്സ ഹർജികൾ ഓരോന്നിലും വരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഇത് തന്നെ ഇരുന്ന്, കാരണം ഓരോ ഘട്ടത്തിൽ വാദിയും പ്രതിയും ഹൈക്കോടതിയിൽ പോവും, സുപ്രീം കോടതിയിൽ പോവും. വാദി പോയി കഴിഞ്ഞാൽ പ്രതി പോകും. അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കെന്ന് വെച്ചാൽ അതിൻ്റെ വിചാരണ തന്നെ കണ്ട് 8 വർഷം എടുത്ത് വിചാരണ പൂർത്തിയായിട്ട് വരാനായിട്ട്. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും ഒരു രീതി അങ്ങനെയാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതിന് നമ്മൾ പറയുന്ന കാര്യം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനം. അതുകൊണ്ട് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ടിത് മാറുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അതും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടതികൾ ഇങ്ങനെ മാറിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഇത് ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് എല്ലാ കോടതികളും പറഞ്ഞത് ഇതിനകത്ത് പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കേസുണ്ട്, ഇൻവോൾവ് ആണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസുണ്ട് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നിങ്ങൾ വിചാരണ കോടതിയിൽ പറയാൻ പറഞ്ഞിട്ടാണ് കിടന്നത്. അതിൻ്റെ പേരിൽ അവർ ഒരുപാട് കാലം അവർ ജയിലിൽ കിടക്കുകയും ചെയ്തു. സർ, പക്ഷേ ഈ ഒരു വിധി എന്ന് പറയുന്നത് ആശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. CBI ഇപ്പോൾ അപ്പീൽ പോകുമെന്ന് പറയുകയും, അപ്പോൾ അതൊരു ആശ്വസിക്കാൻ കഴിയുന്ന അല്ല. വിധിയാണ്. ഈ ആശ്വസിക്കുമെന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞില്ലേ, വിചാരണ കോടതി തങ്ങളെ കുറ്റക്കാരാണ് എന്ന് വിധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ആശ്വാസം അവർക്കുണ്ടല്ലോ. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ആശ്വാസം വരണമെങ്കിൽ സുപ്രീം കോടതി വേണം. ഇതെന്തായാലും ശരിയാണ്. ഇപ്പോൾ വിചാരണ കോടതി ഇവരെ വിധിച്ചിരുന്നെങ്കിൽ ഇവർ അപ്പീൽ പോകുമായിരുന്നു. ഇപ്പോൾ CBI അപ്പീൽ പോകും. അപ്പോൾ CBI അപ്പീൽ പോകുമ്പോൾ ഇനി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചിലും പോകേണ്ടി വരും. ആ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പിന്നെ സുപ്രീം കോടതി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് വർഷങ്ങളെടുക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ അയാൾക്കാണെങ്കിൽ ഒരുപാട് പൊളിറ്റിക്കൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അയാൾക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ആയാലും ശരിയാണ്, മദ്യനയത്തിൽ വലിയ പ്രകടമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇവരുടെ ഭാഗത്ത് നിന്നാണോ വേറെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നാണോ എന്നുള്ള കാര്യം ഈ വിധിന്യായം വന്നാലേ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞ് ഒരു വിധിന്യായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു വിധിന്യായം വരാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും ഒരു പങ്കുമില്ല എന്നാണ് കോടതി പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്താണ്, ഒരാളുണ്ടെന്നുണ്ട്, ഒരു ജെയിൻ ഉണ്ടെന്നുമാണ്. ജെയിനെ ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് തോന്നണം. മറ്റേ സിസോദിയെയും ഇയാളും 2 പേരുടെയല്ലേ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. 2 പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണല്ലോ കോടതി വിധി വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വിധി വന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. അങ്ങനെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നും ഇതിങ്ങനെ ഒരു കുറ്റകൃത്യമേ അല്ല എന്നും കോടതി വിധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വിധിച്ചിട്ടുണ്ടാകില്ല. ആ കുറ്റകൃത്യത്തിൽ ഇവർക്ക് പങ്കില്ലെന്നായിരിക്കും പറഞ്ഞേക്കണം. അഥവാ ഇവരുടെ പങ്ക് സ്ഥാപിക്കാൻ ആവശ്യമായ വിധത്തിൽ ശക്തമായ തെളിവുകൾ, നിയമത്തിൻ്റെ മുന്നിൽ സാധൂകരിക്കാവുന്ന തെളിവുകൾ ഹാജരാക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്നായിരിക്കാം ഇവർ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് ഊഹിക്കാനായിട്ട്. പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് പറയുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് അത്രേ ഇതിനകത്ത് പറ്റുള്ളൂ. ബാക്കി ജഡ്ജ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കും അഭിപ്രായം പറയാം. കാരണം ജഡ്ജ്മെൻറ്റ് തെറ്റോ ശരിയോ എന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ടൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ജുഡീഷ്യറിയും ഈ മനുഷ്യരുടെ നിരീക്ഷണത്തിനും സ്ക്രൂട്ടനിക്കും ഒക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടി വരും അത്.